പാരാശക്തി കൊള്ളായിരുന്നു. സോ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് സുധാ കൊങ്കർ എന്ന ഡയറക്ടറിനാണ്. ഈ ഒരു വർഷത്തെ ആദ്യത്തെ നല്ലൊരു സിനിമ സമ്മാനിച്ചതിന്. സത്യം പറഞ്ഞ എനിക്ക് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആയിട്ട് തോന്നിയത്. ആ ഒരു ഇമോഷണൽ കണക്ഷനോ ഡെപ്ത് ഒന്നും പ്രത്യേകിച്ച് കുറെ സീൻസിലും ഇതിലെ ക്യാരക്ടേഴ്സിനോടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അവര് കുറെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നുണ്ടായില്ല. പക്ഷെ സിനിമയുടെ ഇന്റർവൽ പോർഷൻ ഭയങ്കര രോമാഞ്ചം തരുന്നൊരു സംഭവം ആയതുകൊണ്ട് അപ്പൊ കുറച്ച് ഉഷാറായി. അങ്ങനെ അതേപോലെ കുറെ അടിപൊളി ഉഷാറ് തരുന്ന കുറെ സീൻസ് ഉണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കലി കൈയടിച്ച് പോകുന്ന കുറെ മൊമെന്റുകൾ ഉണ്ട് സിനിമയിൽ. അതൊക്കെയാണ് നമുക്ക് ഊർജ്ജം തരുന്നത്. ഇപ്പൊ ഇന്റർവെൽ പോർഷൻ അടിപൊളിയായിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും ഈ സിനിമ കമേഴ്ഷ്യൽ എലമെന്റ്സിലോട്ട് വീഴുന്നുണ്ട്. അപ്പൊ വീണ്ടും പണം ഡൗൺ ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് സിനിമയിൽ ഏറ്റവും ആദ്യം പോരായ്മ തോന്നുന്ന സംഭവമാണ് ഇതിന്റെ കമേഴ്ഷ്യൽ എലമെന്റ്സ്. നല്ല രീതിയിൽ കമേഴ്ഷ്യൽ എലമെന്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ കുറച്ച് പ്രണയം, കുറെ പാട്ടുകൾ, അണ്ണൻ സ്നേഹം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ഡെപ്തോ ക്യാരക്ടേഴ്സിനോടൊന്നും പ്രത്യേകിച്ച് തോന്നുന്നുണ്ടായി. അത് റൈറ്റിംഗിന്റെ കുറെ ഇഷ്യൂസ് ആണ്. അത് കുറെ സീൻസ് ഒക്കെ ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഫീൽ ചെയ്യാത്ത പോലെ. പക്ഷെ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി ഫസ്റ്റ് ഹാഫിന് ക്ഷീണം മാറ്റുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് മോസ്റ്റ്ലി അടിപൊളിയായിട്ട് തന്നെയാണ് ഈ ഒരു പറയേണ്ട കഥ അവർ നറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഡയറക്റ്റഡ് ബൈ സുധാ കൊങ്കര, റിട്ടൺ ബൈ സുധാ കൊങ്കര, അർജുൻ നദേശൻ ആൻഡ് ഗണേഷ. സുധാ കൊങ്കര വീണ്ടും പറയുകയാണെങ്കിൽ ഇരുത് സ്വെറ്റർ, സ്വെററെ പൊട്ടർ എന്ന രണ്ട് ഗംഭീര സിനിമകളുടെ ഡയറക്ടറാണ്. വീണ്ടും ഒരു ഗംഭീര ഡയറക്ടറാണ് ഈ ഒരു സിനിമയിലൂടെ തെളിച്ചിരിക്കുകയാണ്. അവർ പറയാൻ ഉദ്ദേശിച്ച സംഭവം നല്ല കൃത്യമായിട്ട് വളരെ ഭംഗിയോടെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ അവർ കൺവേ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എല്ലാവർക്കും ഓരോരോ ഭാഷയാണ്, ഓരോരോ സ്ഥലത്തും ഓരോരോ ഭാഷകളാണ്. അപ്പൊ ഒരു ദിവസം ഒന്ന് പറയുകയാണ് ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ ഇനി മുതൽ ഹിന്ദി മാത്രം കമ്പൽസറി. അപ്പൊ ഒന്ന് നമ്മൾ നല്ല രീതിയിൽ പെടും. അപ്പൊ അതിനു വേണ്ടി പോരാടുന്ന ഒരു കൂട്ടത്തിന്റെ കഥയാണത്. നമ്മൾ സ്വയമായി പഠിച്ച് അല്ലെങ്കിൽ സ്വയമായി നമ്മൾക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് പഠിക്കണതും നമ്മുടെ മേത്ത് നിർബന്ധിച്ച് പഠിപ്പിക്കുന്നതും തമ്മിൽ നല്ല ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു ഭയങ്കരമായ പോരാട്ടമാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അപ്പൊ ആ ഒരു പോരാട്ടം നല്ല എഫക്റ്റീവായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ക്രൂരത, ആ ഒരു ഇന്റൻസിറ്റി, വയലൻസ് എല്ലാം അവസാനത്തെ അരമുക്കാൽ മണിക്കൂർ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ അത് കൺവേ ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിൽ അത് കൊള്ളുന്നുമുണ്ട്. നമ്മളത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമ കാണുമ്പോഴാണ് പണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു തന്നെ അറിയണത്. വേറെ കുറെ പോരാട്ടങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഹിന്ദി അടിച്ചമർത്തപ്പെട്ട് അതിനുവേണ്ടി പോരാടുന്ന ഒരു ഇങ്ങനത്തെ ഒരു കഥ ആദ്യമായിട്ട് കേൾക്കണം. അങ്ങനെ കുറെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ. ഇത് ഈ സിനിമയിൽ തമിഴ് ആൾക്കാരെയാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യ മൊത്തമാണ് ഈ പ്രശ്നം വന്നത്. ഇപ്പൊ ഇന്ത്യക്കാർ മൊത്തം ഈ ഒരു ഇതിനെതിരെ പോരാടുന്നതായിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഈ സിനിമയിലെ മെയിൻ വില്ലൻ രവിമോഹനാണ്. രവിമോഹൻ ഒരു പ്രോമിനന്റ് ആക്ടറാണ്. പക്ഷെ എന്നിട്ട് പോലും ഇതിനകത്തെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ഷെയ്ഡ് പോലും ഞാൻ സത്യമായിട്ട് വിചാരിച്ചത് വില്ലൻ ആണെങ്കിൽ പോലും കുറച്ചെങ്കിലും നല്ല കാര്യം അവിടെ ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. കൊടും ക്രൂര വില്ലൻ നമുക്ക് തന്നെ വെറുക്കും ആ ഒരു ക്യാരക്ടറിനെ. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഒരു രീതിയിലുള്ള ഇമ്പാക്ട് അവിടെ ഫീൽ ചെയ്യില്ല, ഒന്നും തോന്നൂല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ശരിക്കും കൊള്ളും. അവസാനത്തെ അരമുക്കാൽ മണിക്കൂറിലോട്ട് സുധാ കൊങ്കര ആ ഒരു മെയിൻ സബ്ജക്റ്റിലോട്ട് ഭയങ്കര ഇന്റൻസ് ആയിട്ട് കയറി ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാക്ക് സീറ്റ് ഇല്ല. പിന്നെ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ കൊള്ളുന്ന രീതി തന്നെയാണ് ഈ പടത്തിന്റെ ആ ഒരു നറേഷൻ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് കടന്നു പോകുന്നത്. അതേപോലെ തന്നെ രവിമോഹൻ അഭിനയിച്ചിരിക്കുന്നത്. രവിമോഹൻ സൂപ്പർ ആയിരുന്നു. ആ പേര് മാറ്റിപ്പോതില് അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് തന്നെ ചൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ജി പ്രകാശിന്റെ മ്യൂസിക്, ഞാൻ പാട്ടുകളെല്ലാം സൂപ്പറാന്ന് പറയുന്നില്ല, എനിക്ക് പാട്ടുകളെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയില്ല. പക്ഷെ ഇതിനകത്ത് ഒരു എലിവേഷൻ സീൻസിലൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു പാട്ടും വന്നിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഉഷാറ് തരുന്ന ഒരു സംഭവമായിട്ട് തോന്നി. അത് അവിടെയൊക്കെ ചില പോർഷൻസിൽ ജി പ്രകാശ് തകർത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, ഇതിന്റെ വിഷ്വൽസ്, ഇതിന്റെ കോസ്റ്റ്യൂംസ്, സ്റ്റൈലിംഗ്, ഇതിന്റെ മേക്കപ്പ് ഒക്കെ. ഇവരൊക്കെ വേറെ ലെവല് വർക്കാ ചെയ്തിട്ടുണ്ട്. അമ്മാതിരി വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സിനിമ കണ്ടു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കാലഘട്ടത്തോട് കംപ്ലീറ്റ് ട്രാൻസ്പോർട്ട് ആണ്. 1960 സിനിമ സ്റ്റേജ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു കാലഘട്ടത്തെ ഒരു സിനിമ അല്ലെങ്കിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ ഇരുന്ന പടം കാണുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിന്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ സുധാ കൊങ്കരയ്ക്ക് നമ്മൾ കൈയടിച്ചേ പറ്റും. നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് കൊടുത്ത് നല്ല രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേൾഡ് ബിൽഡിംഗ് ഒക്കെ സൂപ്പർ ആയിരുന്നു. നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നി വെച്ച് ഈ സിനിമ അത്യാവശ്യം കുറച്ച് കാലമായി അനൗൺസ് ചെയ്തിട്ട്. അപ്പൊ 2 വർഷമായി തോന്നുന്നു. അപ്പൊ ആ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഇത്ര ഡിലേഡ് ആ ഒരു എഫേർട്ട് നമുക്ക് ഈ ഒരു സിനിമയുടെ വർക്കിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഇതിന്റെ വിഷ്വൽസ്, ഇതിന്റെ എഡിറ്റിംഗ്, ഇതിന്റെ സിനിമാറ്റിക് ചെയ്തിരിക്കുന്നത് രവി കെ ചന്ദ്രൻ സൂപ്പറാണ്. അത് പേരൊക്കെ ഫൈൻ. എഡിറ്റേഡ് സതീഷ് സൂര്യ,
മ്യൂസിക്കിൽ ജി പ്രകാശ് കുമാർ. ഇപ്പൊ എന്തായാലും ഇവരൊക്കെ ഗംഭീര വർക്ക് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ശിവകാർത്തികേയൻ നന്നായിരുന്നു. ആ ഒരു ഹീറോ ക്യാരക്ടർ ആയതുകൊണ്ട് ഒരു യൂഷ്വൽ പരിപാടി തന്നെ ഉള്ളൂ. അത്യാവശ്യം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു ശിവകാർത്തികനെ ആ ഒരു കോസ്റ്റ്യൂംസിലൊക്കെ കാണാനായിട്ടും ആ ഒരു ക്യാരക്ടറിൽ കാണാനായിട്ടും. ശ്രീലീല ശ്രീലീല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ നല്ലതാണ്. പക്ഷെ ശ്രീലീലയുടെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുമത്ര ശ്രീലീല ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അതർവേ നന്നായിരുന്നു. പിന്നെ വേറെയും കുറച്ച് ക്യാമിയോസ് ഉണ്ട് കേട്ടോ. വേറെയും കുറച്ച് ആക്ടേഴ്സും ഉണ്ട് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിൽ. അവരൊക്കെ അത്യാവശ്യം നല്ലൊരു കമന്റബിൾ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് ക്യാമിയോസ് ഉണ്ട്. ഒരു മലയാളം ആക്ടറും ഉണ്ട്, ഒരു തെലുങ്കു ആക്ടറും ഉണ്ട്. അതായത് മലയാളം ആക്ടർ കിടിലായിരുന്നു. ആകെ 5 മിനിറ്റ് ഉള്ളൂ. പക്ഷെ 5 ഇമ്പാക്റ്റിൽ കൊണ്ടുവന്നൊരു ഇമ്പാക്റ്റ് ക്യാമിയോസ് ആരാന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ പോയി എൻജോയ് ചെയ്യട്ടെ. തെലുങ്ക് ആക്ടറിന്റെ ക്യാമിയോ എനിക്ക് ആദ്യം കൊള്ളാമെങ്കിലും പക്ഷെ ആ ഒരു കംപ്ലീറ്റ്ലി ഓവറോൾ വലിയ ഇമ്പാക്റ്റ് തന്നതായിട്ട് തോന്നിയില്ല. ഇതൊക്കെയാണ് ഈ സിനിമ. ഏതായാലും ഓവറോൾ സിനിമ പറയുവാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ആണ് സിനിമയെ സേവ് ചെയ്തത്. സെക്കൻഡ് ഹാഫിൽ നമുക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള സംഭവം ഉണ്ട്. അതിനുള്ള സംഭവം ഒക്കെ സുധാ കൊങ്കര എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 സിനിമയായിട്ട് കമ്പയർ ചെയ്ത സിനിമ അത്യാവശ്യം അത്ര അടിപൊളിയൊന്നും അല്ല. പക്ഷെ എന്നാൽ പോലും ഡിസപ്പോയിന്റഡ് ആവൂല. നമ്മൾ പടം കഴിഞ്ഞ് തിയേറ്റർ ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മൾ പ്രൗഡാവും. പണ്ട് ഇങ്ങനത്തെ സംഭവം ഉണ്ടായി, നമ്മൾ ഇങ്ങനത്തെ കാര്യം അറിഞ്ഞതിലും ഇങ്ങനൊക്കെ ഒരു പോരാട്ടം നടന്ന കാര്യമൊക്കെ വളരെ നന്നായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സിനിമ ഒട്ടും ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല. ഒരു നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെ ഈ സിനിമ ബൈ ദ എൻഡ് നമുക്ക് സമ്മാനിക്കും. ഏതായാലും കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അബി റിവീൽസ്.